മധ്യപ്രദേശിൽ അവസാന റൗണ്ടിൽ മാത്രമാണ് BJPക്ക് മുന്നേറാൻ കഴിഞ്ഞതും ചെറിയ വോട്ടിന്റെ വ്യത്യാസത്തിൽ അവർ ജയിച്ചത്. ഹിമാചൽ പ്രദേശിലെ 3-ൽ 2 കോൺഗ്രസ് വിജയിച്ചപ്പോൾ മൂന്നാമത്തെ സ്ഥലത്ത് BJP കഷ്ടിച്ച് 1000 വോട്ടിന് കടന്നുകൂടി എന്ന് വേണമെങ്കിൽ പറയാം. ഉത്തരാഖണ്ഡിലെ 2 നിയമസഭാ സീറ്റുകൾ ബദ്രിനാഥ് അടക്കമുള്ളിടത്ത് വൻ വിജയം നേടി കോൺഗ്രസിന്റെ ചരിത്രപരമായ നീക്കമാണ് നടക്കുന്നത്. ഇതിലൂടെ ഒരു സന്ദേശം വന്നിരിക്കുന്നു. അതായത് ഇനി നിയമസഭാ ഉപതെരഞ്ഞെടുപ്പ് മാത്രമല്ല, ഇനി നടക്കാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്കുള്ള ഒരു ശുഭ സൂചനയായി കാണാൻ കഴിയുന്നുണ്ട്. ഹരിയാനയിലും മഹാരാഷ്ട്രയിലും കൃത്യമായി നിയമസഭാ തെരഞ്ഞെടുപ്പ് ഈ വർഷം അവസാന പാദത്തിൽ നവംബറോടുകൂടി എല്ലാ ഫലവും പുറത്തു വരേണ്ട സാഹചര്യത്തിലേക്കാണ് അവിടെ നിയമസഭയുടെ കാലാവധി കഴിയുന്നത്. തീർച്ചയായും അവിടെ വലിയ രീതിയിലുള്ള മുന്നേറ്റം ഇന്ത്യ മുന്നണിക്ക് സർവേകൾ പ്രവചിക്കുന്നുണ്ട്. ജാർഖണ്ഡിലും 2024 ഡിസംബറോടുകൂടി കാലാവധി തീരുകയാണ്. അവിടെയും ഒരുപക്ഷെ ഈ 2 സംസ്ഥാനങ്ങളുടെ കൂടെയാകാനുള്ള എല്ലാവിധ സാധ്യതയുമുണ്ട്. അങ്ങനെ വന്നാൽ തീർച്ചയായും നിയമസഭാ തെരഞ്ഞെടുപ്പുകളുടെ ഏറ്റവും വലിയ ചരിത്രപരമായ മുന്നേറ്റം കോൺഗ്രസിന് ശുഭസൂചനയായി വരും എന്നുള്ളതിൽ ഒരു സംശയമില്ല. മഹാരാഷ്ട്രയിൽ കോൺഗ്രസിന്റെ സഖ്യമാണ് അവിടെ ഉള്ളത്. ശിവസേന, ഉദ്ധവ് താക്കറെയും കോൺഗ്രസും ശരത് പവാർ വിഭാഗവും തമ്മിലുള്ള മഹാവികാസ് അഘാടി സഖ്യത്തിന് 288-ൽ എത്ര എന്നുള്ളത് വലിയ രീതിയിലുള്ള ചോദ്യമായി നിൽക്കുകയാണ്. ഏതായാലും 3-2 ഭൂരിപക്ഷത്തിൽ കൂടുതൽ കിട്ടും എന്നുള്ള കാര്യത്തിൽ അവർക്ക് ഒരു സംശയവുമില്ല. ഇപ്പോഴത്തെ ലോക്സഭാ ട്രെൻഡ് പോലും അവർക്ക് അനുകൂലമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. ഒന്നാലോചിക്കണം, നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് വരുമ്പോൾ കോൺഗ്രസ് മുന്നേറിയിരിക്കുന്നത് BJP സർവാധിപത്യത്തോടെ കൂടി ജയിച്ച ഹിമാചൽ പ്രദേശിലും അതുപോലെ തന്നെ ഉത്തരാഖണ്ഡിലുമാണ്. ഉത്തരാഖണ്ഡിലെ 5 സീറ്റുകൾ BJPക്കും ഹിമാചൽ പ്രദേശിലെ 4 സീറ്റുകൾ BJPക്കും കിട്ടി. അങ്ങനെ സമ്പൂർണമായ മുന്നേറ്റമായിരുന്നു. ഈ 2 വലിയ രീതിയിലുള്ള അമളി പറ്റിയത്. ചില്ലറ കാര്യമായി അതിനെ കോൺഗ്രസിനെ കണക്കാക്കാൻ കഴിയില്ല. പശ്ചിമ ബംഗാളിലെ ലോക്സഭാ വിജയത്തിന് ശേഷം തൃണമൂൽ കോൺഗ്രസ് ഒരു കാര്യം കൂടി പറഞ്ഞു: നിങ്ങൾക്ക് പ്രതിപക്ഷ സ്ഥാനം പോലും നഷ്ടപ്പെടുന്ന രീതിയിലേക്കായിരിക്കും അടുത്ത തെരഞ്ഞെടുപ്പിൽ ഉണ്ടാവുക എന്ന് സുവേദു അധികാരിയോട് കൃത്യമായ താക്കീത് മമതാ ബാനർജി നൽകിയിരിക്കുന്നു. ആ താക്കീതിന്റെ ഫലം എന്താണെന്ന് കൂടി വ്യക്തമാകുന്ന രീതിയിൽ അവിടുത്തെ 4 നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൽ 4 തൃണമൂൽ കോൺഗ്രസ് BJPയെ തോൽപ്പിച്ചിരിക്കുന്നത് വമ്പൻ മാർജിനിലാണ്. ഇതിലൂടെ വ്യക്തമാകുന്ന ഒരു സാഹചര്യമുണ്ട്. തൃണമൂൽ കോൺഗ്രസിന്റെ മാത്രമല്ല, ഇന്ത്യ മുന്നണിയുടെ മാത്രമല്ല, എല്ലാ പാർട്ടികളും BJPക്കെതിരെയുള്ള സമസ്തമായ മുന്നേറ്റമാണ്. പഞ്ചാബിലെ ഒരു സീറ്റ് ആം ആദ്മി പാർട്ടി നേടിയെടുത്തിരിക്കുന്നു. ബീഹാറിലെ ഒരു സീറ്റ് അവിടെ സ്വതന്ത്രൻ ഇന്ത്യ മുന്നണിയുടെ പിന്തുണയോടുകൂടി വിജയിച്ചിരിക്കുന്ന രാഷ്ട്രീയ സാഹചര്യം